ടോക്കൺ, അതായത് ഫ്യൂച്ചർ ക്രിപ്റ്റോ ടോറൻറ്റ് കോയിൻ എന്ന് പറയുന്നത് നമ്മുടെ പക്ക FCTC ടോക്കണിൻ്റെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഭാവിയിൽ നല്ലൊരു രീതിയിൽ വികസിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കോയിനാണ് നമ്മുടെ FCTC കോയിൻ എന്ന് പറയുന്നത്. ഒരുപാട് പ്രോജക്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. ആ പ്രോജക്റ്റുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് ആകുമെന്ന് ഞാൻ ആണയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിനൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഫറൽ ലിങ്ക് ആവശ്യമാണ്. നമ്മൾ വാട്സപ്പിൽ കാണുന്ന റെഫറൽ ലിങ്ക്, ആരെങ്കിലും അയച്ചു തന്ന റെഫറൽ ലിങ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അണ്ടറിലാണ് വരുന്നത്, എൻ്റെ റെഫറൽ ലിങ്ക് ഞാനിവിടെ നിങ്ങൾക്ക് സെൻഡ് ആക്കിയിട്ടുണ്ടാകും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ FCTC ടോക്കണിൻ്റെ ഇതുപോലൊരു ഇതിലേക്ക് പോകുന്നു. ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഇതിലേക്ക് പോകുന്നു. അതിൽ റെഫറൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇതിപ്പോൾ എൻ്റെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ എൻ്റെ റെഫറൽ ID ഇവിടെ ഉണ്ടാകും. അതിനുശേഷം നമ്മൾ നെയിം അവിടെ എൻ്റർ ചെയ്യുന്നു. നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു നല്ലൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേരും അതിൽ ഒരു @ അതൊക്കെ നമ്പറിലും വെച്ചിട്ട് മിക്സിങ് ആക്കിയിട്ട് ഒരു നല്ല ടഫായിട്ടുള്ളൊരു പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പാസ്വേഡ് ഒന്നുകൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഓൾറെഡി സൈനപ്പായി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത്. പിന്നെ അതിൽ വരുന്നത് നമ്മൾ ഓൾറെഡി സൈനപ്പായി. ഇനി സൈൻ ഇൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി സൈനപ്പായി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലിലേക്ക് പോയിട്ട് അവിടെ യൂസർ ID ആണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അതായത് ഇതിപ്പോൾ ഇതെൻ്റെ യൂസർ ID ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ യൂസർ ID കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ പോയിട്ട് പ്രൊഫൈലിൽ പോയിട്ട് നോക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. അതായത് നമ്മൾ പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ യൂസർ ID നമുക്കിതൊന്ന് വലുതാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടെ യൂസർ ID എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. യൂസർ ID ഇതാണ് നമ്മുടെ യൂസർ ID. ഇതാണ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. യൂസർ ID വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു.